നമസ്കാരം. വണ്ടാനം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയക്കിടെ രോഗിയുടെ വയറ്റിൽ കത്രിക മറന്നുവെച്ച സംഭവത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ വീഴ്ചകൾ തിരുത്തുന്നു. വിവാദമായ പ്രഥമ വിവര റിപ്പോർട്ടിലെ സാങ്കേതിക പിഴവുകൾ ടൈപ്പിംഗിലുണ്ടായ അശ്രദ്ധയാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജെ ഷാഹിദയെ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്താൻ പോലീസ് തീരുമാനിച്ചു. വണ്ടാനം മെഡിക്കൽ കോളേജ് കേസിലെ പ്രഥമ വിവര റിപ്പോർട്ടിൽ കടന്നുകൂടിയ ഗുരുതരമായ അസ്വാഭാവികതകൾ കേസ് അട്ടിമറിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണെന്ന ആക്ഷേപം ഉയർന്നതോടെയാണ് പോലീസിന്റെ ചൂടുമാറ്റം. പ്രധാനമായ രണ്ട് കാര്യങ്ങളാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് വീഴ്ച സംഭവിച്ചിരുന്നത്. ഏറ്റവും വലിയ വീഴ്ച സംഭവിച്ചത് ശസ്ത്രക്രിയ നടന്ന തീയതി രേഖപ്പെടുത്തിയതിലായിരുന്നു. 2021 മെയ് 12-നാണ് പരാതിക്കാരിയായ ഉഷ ജോസഫിന്റെ ശസ്ത്രക്രിയ നടന്നതെന്ന് ആശുപത്രി രേഖകൾ വ്യക്തമാക്കുന്നു. എന്നാൽ പോലീസ് തയ്യാറാക്കിയ എഫ്ഐആറിൽ അഥവാ എഫ്ഐആർ നമ്പർ 0229/2026 ഈ തീയതി 2026 മെയ് 5 എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് 5 വർഷം മുൻപ് നടന്നൊരു സംഭവം ഭാവിയിൽ നടക്കാൻ പോകുന്ന രീതിയിലാണ് പോലീസ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയത്. ഇത് വെറുമൊരു ടൈപ്പിംഗ് പിഴവാണെന്ന് പോലീസ് വാദിക്കുന്നുണ്ടെങ്കിലും കോടതിയിൽ കേസെത്തുമ്പോൾ പ്രതിഭാഗത്തിന് എളുപ്പത്തിൽ രക്ഷപ്പെടാൻ സഹായിക്കുന്ന വലിയൊരു നിയമപരമായ പഴുതാണിത്. ഇത്തരമൊരു പിഴവ് കേസിന്റെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യുന്നതാണ്. ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയവരെ ഒഴിവാക്കി വിരമിച്ച ഡോക്ടറെ മാത്രം പ്രതിയാക്കിയതാണ് മറ്റൊരു പ്രധാന വിവാദം. ഗർഭാശയ മുഴ നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയത് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഷാഹിദയും സംഘവുമായിരുന്നു. എന്നാൽ എഫ്ഐആറിൽ അന്നത്തെ യൂണിറ്റ് മേധാവിയായിരുന്ന ഡോക്ടർ ലളിതാംബികയെ മാത്രമാണ് പ്രതിയാക്കിയത്. ഇവർ ആ സമയത്ത് ശസ്ത്രക്രിയയിൽ നേരിട്ട് പങ്കെടുത്തിരുന്നില്ലെന്ന് ആശുപത്രി അധികൃതർ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ കുറ്റം ചെയ്തവരെ സംരക്ഷിക്കാനും വിരമിച്ച ഒരാളെ പ്രതിയാക്കി കേസ് ദുർബലപ്പെടുത്താനുമുള്ള ആസൂത്രിത നീക്കമാണിതെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. നിലവിൽ ആരോഗ്യ വകുപ്പ് സസ്പെൻഡ് ചെയ്ത ഡോക്ടർ ഷാഹിദിയെയോ നഴ്സിംഗ് ഓഫീസർ ധന്യയെയോ ആദ്യഘട്ടത്തിൽ പോലീസ് പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല എന്നത് ഈ സംശയം വർദ്ധിപ്പിക്കുന്നു. വണ്ടാനം മെഡിക്കൽ കോളേജ് ചികിത്സാ പിഴവ് കേസിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി പരാതിക്കാരിയായി ഉഷ ജോസഫിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും അന്വേഷണ സംഘം ശേഖരിച്ചു കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ കേസിനെ നിർണായകമായി സ്വാധീനിക്കുന്ന 3 പ്രധാന ഘട്ടങ്ങളിലൂടെയാണ് അന്വേഷണം മുന്നോട്ട് പോവുക. ആശുപത്രി രേഖകൾ പരിശോധിച്ചതിൽ നിന്നും ഗർഭാശയ മുഴ നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയയിൽ ആകെ 9 പേരടങ്ങുന്ന സംഘമാണ് പങ്കെടുത്തതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ ഡോക്ടർക്ക് പുറമെ അനസ്തേഷ്യ വിഭാഗം വിദഗ്ധർ, നഴ്സിംഗ് ഓഫീസർമാർ, മറ്റ് സഹായികൾ എന്നിവർ ഈ സംഘത്തിലുണ്ടായിരുന്നു. ഇവരുടെ എല്ലാ മൊഴികൾ വരും ദിവസങ്ങളിൽ വിശദമായി രേഖപ്പെടുത്തും. ശസ്ത്രക്രിയയുടെ ഓരോ ഘട്ടത്തിലും ആരൊക്കെയാണ് ഉപകരണങ്ങൾ കൈകാര്യം ചെയ്തതെന്നും ഓപ്പറേഷന് ശേഷം ഉപകരണങ്ങൾ എണ്ണിത്തിട്ടപ്പെടുന്ന പ്രോട്ടോകോൾ പാലിക്കുന്നതിൽ ആർക്കാണ് വീഴ്ച സംഭവിച്ചതെന്നും ഈ മൊഴികളിലൂടെ വ്യക്തമാകുമെന്നാണ് പോലീസ് കരുതുന്നത്. കേസിലെ കുറ്റാരോപിതർക്കെതിരെ കൃത്യമായ തെളിവുകൾ ശേഖരിക്കുന്നതിനായി ശാസ്ത്രീയമായ സമീപനമാണ് പോലീസ് സ്വീകരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഒരു പ്രത്യേക മെഡിക്കൽ ബോർഡ് രൂപീകരിക്കാൻ ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് പോലീസ് അപേക്ഷ നൽകും. വിദഗ്ധരായ ഡോക്ടർമാർ ഉൾപ്പെടുന്ന ഈ ബോർഡിന്റെ റിപ്പോർട്ട് കോടതിയിൽ കേസ് തെളിയിക്കുന്നതിന് അത്യാവശ്യമാണ്. മെഡിക്കൽ നെഗ്ലിജൻസ് അഥവാ ചികിത്സാ പിഴവ് കേസുകളിൽ സാധാരണ ഇത്തരം ബോർഡുകളുടെ കണ്ടെത്തലുകൾക്കാണ് നിയമപരമായ മുൻഗണന ലഭിക്കാറുള്ളത്. രോഗിയുടെ വയറ്റിൽ നിന്നും പുറത്തെടുത്ത 7 സെന്റിമീറ്റർ നീളമുള്ള ആർട്ടറി ഫോർസെപ്സിന്റെ പരിശോധനയാണ് കേസിലെ ഏറ്റവും നിർണായകമായ ഘടകം. ഈ ഉപകരണം എത്ര കാലമായി വയറ്റിൽ കിടക്കുന്നു എന്ന് കണ്ടെത്താൻ ശസ്ത്രക്രിയ ഉപകരണത്തിന്റെ ശാസ്ത്രീയ പരിശോധന നടത്തും. ഉപകരണത്തിന്റെ തുരുമ്പ്, തേയ്മാനം എന്നിവ പരിശോധിക്കുന്നതിലൂടെ ഇത് 2021 ശസ്ത്രക്രിയക്കിടെ തന്നെ മറന്നുവെച്ചതാണെന്ന് ഉറപ്പാക്കാൻ സാധിക്കും. പ്രതിഭാഗം ഉന്നയിക്കാൻ സാധ്യതയുള്ള എല്ലാ സാങ്കേതിക വാദങ്ങളെയും പ്രതിരോധിക്കാൻ ഈ ശാസ്ത്രീയ പരിശോധനാ ഫലം അന്വേഷണ സംഘത്തെ സഹായിക്കും.